എല്ലാവർക്കും നമസ്കാരം. ഇപ്പം നമ്മുടെ നാട്ടിൽ ഏറ്റവും അധികമായി പറയപ്പെടുന്ന ഒരു വാക്കാണ് കണ്ടംപററി ഹൗസസ് അല്ലെങ്കിൽ കണ്ടംപററി വീടുകൾ. ആ വാക്കിൻ്റെ അർത്ഥം സമകാലീന വീടുകൾ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഈ കാലത്തിനൊത്ത വീടുകൾ, കാലത്തിനൊത്ത വീടുകൾ എന്നാണ് ഇതിൻ്റെ അർത്ഥം. സത്യത്തിൽ പറഞ്ഞാൽ സ്ഥിരമായി മഴയില്ലാത്ത ഭൂപ്രകൃതിയുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള കണ്ടംപററി വീടുകൾ വലിയ കുഴപ്പമില്ല. മഴ വെള്ളകാലത്തും ഒക്കെ ഒന്ന് പെയ്യുന്നതാണേ പ്രശ്നമില്ല. അതായത് വരണ്ട കാലാവസ്ഥയുള്ള നിരന്തരം അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഈ കണ്ടംപററി ഒരു പരിധിവരെയെങ്കിലും യോഗ്യമാകുന്നത്. മഴയും വെയിലും മഞ്ഞും കാറ്റും ഉള്ള സ്ഥലങ്ങളിൽ ഈ കണ്ടംപററി വീടുകൾ തികച്ചും അപ്രായോഗികമാണ്. എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായത്തിൽ പറഞ്ഞാൽ കേരളത്തിൽ ഇത് അത്ര പ്രായോഗികമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഒരു ശകലം കാലാവസ്ഥയിലൊക്കെ ഒരു സ്വല്പമെങ്കിലും വരണ്ട കാലാവസ്ഥയുള്ളത് ഈ അടുത്ത കാലം വരെ വടക്കൻ കേരളത്തിലായിരുന്നു. ഇപ്പോൾ ആ വടക്കൻ കേരളത്തിലും പെരുമഴയും ഒക്കെ പെയ്യുന്നത് കൊണ്ട് ഈ കണ്ടംപററി എന്ന് പറയുന്നത് കേരളത്തിനെ സംബന്ധിച്ച് കേരളത്തിൽ ഇത് അത്ര പ്രായോഗികമല്ല, അത്രയും നല്ല ഒട്ടും പ്രായോഗികമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒന്നാമത് ഈ കേരളത്തിൽ ചൂടും തണുപ്പും മാറി 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 വരുന്നത് കൊണ്ട് ഈ വിള്ളലുകൾ, ഭിത്തിക്കൊക്കെ വിള്ളലുകൾ, ക്രാക്ക്, പൊട്ടലുകൾ വരാനുള്ള സാധ്യത സർവ്വസാധാരണമാണ്. എത്ര നല്ല കോൺട്രാക്ടർ പണിതാലും ഏത് ഉടമസ്ഥൻ നേരിട്ട് നിന്ന് പണിതാലും ഈ വിള്ളലുകളും പൊട്ടലുകളും വരാനുള്ള സാധ്യതകൾ സർവ്വസാധാരണമാണ്. ഒന്നാമത് ഇപ്പോഴത്തെ വീടുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 മാസം കൊണ്ടോ 5 മാസം കൊണ്ടോ തീർക്കാമെങ്കിൽ നല്ലതാണെന്നാണ് ഉടമസ്ഥനും ധരിക്കുന്നത്, കോൺട്രാക്ടറും ധരിക്കുന്നത്. സത്യത്തിൽ അത് തെറ്റാണ്. നമ്മുടെ ഇവിടെ കിട്ടുന്ന സിമെൻറ്റും സംവിധാനങ്ങളും ഉപയോഗിച്ച് അങ്ങനെ പണിയുമ്പോൾ ഇതിനൊന്നും സെറ്റിങ്ങിനുള്ള സമയം പോലും കിട്ടാത്തത് കൊണ്ടാണ് ഇതെല്ലാം കണ്ടമാനം പൊട്ടലുകൾ വരുന്നത്. അപ്പോൾ ഈ മാറി മാറി വരുന്ന കാലാവസ്ഥയുള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ട് ഈ 2 വർഷത്തിലധികം പെയിൻറ്റിങ് ഒക്കെ ചെയ്യാതെ ഈ കണ്ടംപററി വീടുകൾ നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അത് മെനകടായി പോകും, വൃത്തികേടായി പോകും, പായലും എല്ലാം പിടിച്ച്. അപ്പോൾ ഏതെങ്കിലും പൊട്ടലുകൾ വിള്ളലുകളൊന്നും നിയന്ത്രിക്കാനുള്ള മാർഗ്ഗങ്ങളും ഇല്ലാത്തത് കൊണ്ട് വെള്ളമൊക്കെ അകത്ത് കയറി വരും. അപ്പോൾ ഈ മോഡൽ വീടുകൾ പണിതൊരു 3 വർഷമെങ്കിലും ആയിട്ടുള്ള ഉടമസ്ഥന്മാരോട് അഭിപ്രായം ചോദിച്ചാൽ അവരാരും ഇതിന് അനുകൂലമല്ല. എൻ്റെ ഒരു സ്നേഹിതൻ അങ്ങനെ ഒരു വെടാ വീട് പണിതു. പക്ഷേ ആദ്യത്തെ കൊല്ലം വലിയ ഓളമൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് ഇപ്പം ആ മനുഷ്യൻ അതിൻ്റെ മണ്ട മുഴുവൻ കവർ ചെയ്ത് റൂഫ് ചെയ്യണമെന്നും പറഞ്ഞ് നിൽക്കുക. ഈ വലിയ മഴ കഴിയുമ്പം എന്നോടൊന്ന് വരണമെന്ന് പറഞ്ഞ് ഹൈറാഞ്ചിലാണ്, ഇടുക്കി ജില്ലയിലാണ്. അദ്ദേഹം പറഞ്ഞു ഒന്ന് വരണം, അത് മുഴുവൻ കവർ ചെയ്യണം, ഒരു രക്ഷയില്ല, നനഞ്ഞ് നാശമായി കിടക്കുക എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഗുണങ്ങൾ 2-3 പറയാം. ഈ കണ്ടംപററി വീടുകൾക്ക് 2-3 ഗുണങ്ങളും ഉണ്ട്, ഒരു 8-10 ദൂഷ്യങ്ങളും ഉണ്ട്. ഗുണം പറയാം. കാറ്റും വെളിച്ചവും അധികമായിട്ട് കിട്ടും. പലപ്പോഴും ആവശ്യത്തിൽ കൂടുതൽ ആയിരിക്കാനുമുള്ള സാധ്യതയുണ്ട്. കാരണം ഒരു പ്രദേശം മുഴുവൻ വലിയ ഗ്ലാസുകളും ഒക്കെ ആകുമ്പോൾ കാറ്റും വെളിച്ചവും, കാറ്റ് കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ വെളിച്ചം ഭയങ്കരമായിട്ട് കിട്ടും. അതൊരു ഗുണമായിരിക്കാം ആണെങ്കിൽ. പിന്നെ നാട്ടുകാരോട് ഇത് കണ്ടംപററി വീടാന്ന് പറയാം എന്ന് പറഞ്ഞാൽ പറഞ്ഞു വേണമെങ്കിൽ ഞെളിയാം. ഒരു ഗുണവും അല്ലാതില്ല. ഇനി കയറി താമസത്തിന് വരുന്നവർ ഇതെല്ലാം നോക്കി വായും പൊളിച്ച് നിൽക്കും. അന്നേരം നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പൈസ മുടക്കേണ്ട ഒരു ഗമ എന്നുള്ള രീതി വേണമെങ്കിൽ നിൽക്കാം. ഒരു ദിവസത്തെ ഒരു സന്തോഷം ഈ കോടികൾ മുടക്കിയിട്ട് അല്ലെങ്കിൽ ലക്ഷങ്ങൾ മുടക്കിയിട്ട്. പിന്നെയുള്ളത് ഏത് മനുഷ്യനും ഈ വീട് കണ്ടു കഴിഞ്ഞാൽ ഇത് പുത്തമ്പണക്കാരൻ്റെ വീടാണെന്ന് പറയും. ഒരു മാറ്റവും വേണ്ട. കണ്ടംപററി വീടുകൾ കേരളത്തിലെ ഏത് വീട് എവിടെ ഉണ്ടെങ്കിലും നോക്കിക്കോണം. ഇതൊന്നും പരമ്പരാഗത പണക്കാരുടെയോ ഒന്നും വീടല്ല, ഇതെല്ലാം പുത്തൻ പണക്കാരുടെയാണെന്ന് കൃത്യമായിട്ടിത് പറയും. ഇതാണ് ഇതിൻ്റെ ആകെ മൊത്തമുള്ള 3-4 ഗുണങ്ങൾ. ഇനി ദൂഷ്യങ്ങൾ പറയാം. സത്യത്തിൽ ഇത്തരം വീടുകൾക്ക് ദൂഷ്യങ്ങൾ മാത്രമുള്ളത്, അല്ലാതെ ഇതിന് ഗുണമുണ്ടെന്ന് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നോ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്നോ ഞാൻ പറയല്ല. ഇതിന് സത്യത്തിൽ ദൂഷ്യങ്ങൾ മാത്രമേ ഉള്ളൂ. വൃത്തിയായി കിടക്കണമെങ്കിൽ ഇതിൻ്റെ പുറം ഭാഗം ഒരു 2 വർഷം കൂടുമ്പോഴെങ്കിലും കൃത്യമായിട്ട് പെയിൻറ്റും പോളിഷും ഒക്കെ ചെയ്യേണ്ടി വരും. 2 വർഷം കൂടുമ്പോൾ, വർഷാവർഷം ചെയ്താലും വളരെ കുഴപ്പമില്ലായിരിക്കും. പക്ഷേ 2 വർഷം കൂടുമ്പോഴെങ്കിലും ചെയ്തില്ലെങ്കിൽ ഇത് ആകെ മൊത്തം വൃത്തികേടായി കിടക്കാനാണ് സാധ്യത ഉള്ളത്. അടുത്ത ഒരു കാരണമെന്ന് പറയുന്നത് മഴക്കാലത്ത് ഈ എറിച്ചിലും നനച്ചിലും സർവ്വസാധാരണമായതുകൊണ്ട് ഈ വീട്ടിൽ താമസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൊട്ടിയ ഗ്ലാസ് പൊട്ടിയ കാറിൽ മഴക്കാലത്ത് യാത്ര ചെയ്യുന്ന പോലെ ഇരിക്കും. അവിടെ ഇവിടെയൊക്കെ തൂത്തും തൊട്ടും തുടച്ചും ഒക്കെ കഴിഞ്ഞ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ ഈ കണ്ടംപററിക്കകത്ത് ജീവിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എല്ലാം കഥ അടച്ചിട്ട് കഴിഞ്ഞാൽ അകത്തെ കൂടെ എല്ലാം വെള്ളം ഒഴുകി നനഞ്ഞ് നാശമാകുകയും ചെയ്യും. ഈ വീടിന് പുറത്തുള്ള കാലാവസ്ഥ ഏതാണോ അതൊക്കെ തന്നെ മിക്കവാറും ഒരു മെയിൻ്റനൻസ് കുറവാണെങ്കിൽ വീടിനകത്തും ഉണ്ടാകും. വീടിന് പുറത്തുള്ള കാലാവസ്ഥ എന്താണോ, മുറ്റത്തൊക്കെയുള്ള കാലാവസ്ഥ എന്താണോ അതൊക്കെ തന്നെ മെയിൻ്റനൻസ് കുറഞ്ഞാൽ ഈ വീടിനകത്തും ഉണ്ടാകും. അതതിൻ്റെ വേറൊരു ദൂഷ്യം. പിന്നത്തെ ഒരു ദൂഷ്യം എന്ന് പറഞ്ഞാൽ ഈ ഭിത്തിയെ കൂടെ എല്ലാം വെള്ളം ഒഴുകുന്നത് കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ വയറിങ് എല്ലാം ലീക്കാകാനും ഷോക്ക് അടിക്കാനും ഒക്കെയുള്ള സാധ്യതകൾ വളരെ അധികമാണ്.
ഇപ്പോൾ ലീക്ക് ശരിക്കും പറഞ്ഞാൽ ഈ പൊട്ടലൊക്കെ ഉള്ളതുകൊണ്ട് ഈ ചൂടും തണുപ്പും മാറി മാറി വരുന്നതുകൊണ്ട് പൊട്ടലുണ്ടാകും. ഈ പൊട്ടലുകൾ ഉണ്ടാകുമ്പോൾ ഇത് എവിടെയാ ഇതിൻ്റെ തുടക്കമെന്ന് അറിയാനൊക്കെ ലീക്ക് കാണുന്ന ഒരു സ്ഥലത്താണെങ്കിലും പൊട്ടൽ വേറൊരു സ്ഥലത്തൂടെയാണെങ്കിൽ അതിലൂടെയൊക്കെ ഭിത്തിക്കകത്തൂടെയൊക്കെ കയറി ബെൽറ്റേക്കൂടെയൊക്കെ വെള്ളം ഒഴുകി നമ്മൾ ഉദ്ദേശിക്കാത്ത സ്ഥലത്തൂടെയൊക്കെ വരും. ഇത് കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ്. ഇങ്ങനെ വരുന്ന വെള്ളം സ്വിച്ച് ബോർഡിനകത്തൊക്കെ ഇറങ്ങിയാൽ ഭിത്തിയെ കൂടെയെല്ലാം പിന്നെ വൈദ്യുതിയുടെ ലീക്കൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ലീക്ക് ഉണ്ടാകുമ്പോൾ ഷോക്ക് അടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി ലീക്ക് ഉണ്ടായി ഷോക്ക് അടിച്ചില്ലേ തന്നെയും, എനിക്കറിയാം പല വീടുകളിലും അങ്ങനെ ലീക്കും ഷോക്കും ഉള്ളത് എനിക്കറിയാം, ഭയങ്കരമായ കറണ്ട് ബില്ല് വരികയും ചെയ്യും. കാരണം ഇത് ഇങ്ങനെ എർത്തായി പൊയ്ക്കൊണ്ടിരിക്കുകയല്ലേ ഇത്. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം സ്വാഭാവികമായിട്ടുണ്ട്. പിന്നത്തെ ഒരു കംപ്ലയിൻ്റ് എന്ന് പറയുന്നത് ഈ ഭിത്തി മുഴുവൻ നനയുന്നത് കൊണ്ട് ഈ പുട്ടിയെല്ലാം പൊള്ളിപ്പറിഞ്ഞു പോകാനുള്ള സാധ്യത വളരെയധികമാണ്. എത്ര കൂടിയ പുട്ടി. ഇപ്പം നമുക്ക് മനസ്സിലാകുന്നത് ഏഷ്യൻ കമ്പനിയുടെ വാട്ടർ പ്രൂഫ് എക്സ്റ്റീരിയർ വാട്ടർ പ്രൂഫ് സിമെൻറ്റ് പുട്ടി എന്ന് പറയുന്ന ഒരു സാധനമാണ് ഏറ്റവും കൂടുതൽ. അതിട്ടാൽ പോലും സ്ഥിരമായി വെള്ളം വീണാൽ പുട്ടി പൊളിഞ്ഞു പോകും. ഇപ്പോൾ കോൺട്രാക്ടർമാർ പറയും, പെയിൻറ്റർമാർ പറയും പൊളിയൊന്നും ഇല്ലെന്നൊക്കെ പറയും. പക്ഷേ പൊളിയുമെന്ന് 100% ഞാൻ പറയും. കാരണം 35 വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് പറയുക, പുട്ടിക്കകത്തൂടെ എല്ലാം വെള്ളം വീണ് കഴിഞ്ഞാൽ ഭിത്തിയെല്ലാം പൊട്ടി ഭിത്തിക്കകത്തോട്ട് വെള്ളം കയറി വെള്ളം കട്ടയ്ക്കകത്തൂടെ, അത് സിമെൻറ്റ് കട്ടയൊക്കെ ആണെങ്കിൽ ഈസി ആയിട്ട് വെള്ളം കയറും. അങ്ങനെ കയറി ഇതിലൂടെ എല്ലാം പോയിട്ട് ബെൽറ്റേ കൂടെ എല്ലാം പോയി വേറെ ഏതെങ്കിലും സ്ഥലത്തൂടെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ പുട്ടിയെല്ലാം പൊള്ളും. അതിനിപ്പോൾ അവർ പറയുന്ന അകത്ത് ഡാം ഷീൽഡ് പ്രൈമർ അടിക്കുക. എന്നാ ഡാം ഷീൽഡ് പ്രൈമർ അടിച്ചാലും ഭിത്തിയെ കൂടെ വെള്ളം വന്നാൽ, ഭിത്തിക്കകത്തൂടെ വെള്ളം വന്നാൽ അത് ഡാം ഷീൽഡ് പ്രൈമറിനെ തകർക്കും, പുട്ടിയെ തകർക്കും, അതിൻ്റെ പുറത്തടിക്കുന്ന ഡാം ഷീൽഡ് പ്രൈമറിനെ തകർക്കും, അതിൻ്റെ പുറത്ത് പിന്നെ അടിക്കുന്ന എമൽഷനും എല്ലാം കുറച്ച് കഴിയുമ്പോൾ പൊള്ളി പോകും എന്നുള്ളത്. അതുകൊണ്ടാണ് ഈ പിരിവിരുന്ന് ഈ വീടുകളിലൊക്കെ ഇരിക്കുന്ന കാണുന്നത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ദൂഷ്യം എന്ന് പറയുന്നത് ഈ കണ്ടംപററി വീടുകൾക്ക് വേനൽക്കാലത്തൊക്കെ ഇതിനകത്ത് താമസിക്കണമെങ്കിൽ ഫുൾ ടൈം ഫാനോ അല്ലെ AC ഒക്കെ വേണ്ടി വരും. ഫുൾ ടൈം. കാരണം ആവശ്യത്തിൽ കൂടുതൽ വെളിച്ചം കയറത്തക്ക രീതിയിൽ വലിയ ഭയങ്കരം ഗ്ലാസ്സുകളൊക്കെ ഇട്ടിരിക്കുന്നത് കൊണ്ട് പ്രൈവസി വേണമെങ്കിൽ അതിഭയങ്കരമായ കർട്ടനുകൾ ഇടേണ്ടി വരും. അതിഭയങ്കരമായ കർട്ടനുകൾ ഇട്ട് കഴിയുമ്പം സ്വാഭാവികമായിട്ട് മുറിക്കകത്ത് കാറ്റ് കയറി ഇറങ്ങാത്തത് കൊണ്ട് അതിന് എപ്പോഴും ഫാനോ അല്ലെങ്കിൽ എപ്പോഴും AC ഒക്കെ വേണ്ടി വരും. ചിലവ് എന്ന് പറയുന്നത് സാധാരണ വീട് പോലെയല്ല, ചിലവ് ഭയങ്കരമായിട്ടുണ്ടാകും. പിന്നെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ദൂഷ്യം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം നിർമ്മിക്കേണ്ട ഗ്രേഡിലുള്ള മെറ്റീരിയൽ ഉപയോഗിച്ച് നിർമ്മിച്ചാൽ ഇതിന് നിർമ്മാണ ചെലവ് കൂടും. ഉദാഹരണം പറഞ്ഞാൽ ഈ ഇരുമ്പിൻ്റെ ഗ്രില്ലൊന്നും ഇല്ലാതെയാണ് ഇതിൻ്റെ ഗ്ലാസ്സുകളൊക്കെ കൂടുതൽ ഇടുന്നത്. അപ്പോൾ സ്വാഭാവികമായും കനം കൂടിയ ടഫൻറ്റ് ഗ്ലാസ്സുകളും അല്ലെങ്കിൽ ലാമിനേറ്റഡ് ടഫൻറ്റ് ഗ്ലാസ്സുകളൊക്കെ ഇടേണ്ടി വരും. ഈ ലാമിനേറ്റഡ് ടഫൻറ്റ് ഗ്ലാസ്സുകളൊക്കെ ഇടുമ്പോൾ സ്വാഭാവികമായി അതിന് കൊള്ളാവുന്ന ഫെനസ്റ്റ ഫിറ്റിങ്സുകളൊക്കെ വേണ്ടി വരും. അല്ലെങ്കിൽ തേക്കിൻ്റെ ആണെങ്കിൽ പോലും അതുപോലെയുള്ള സംവിധാനങ്ങൾ വേണ്ടി വരും. തുറക്കാവുന്നതാണെങ്കിൽ ലക്ഷങ്ങൾ വിലയുള്ള വിജാഗിരികൾ വേണ്ടി വരും. ഇങ്ങനെയുള്ള സാധനങ്ങൾ വൻ തുക മുടക്കി വെച്ചാൽ മാത്രമേ ഇത് നിൽക്കുകയുള്ളൂ. കാരണം ഓവർ വെയിറ്റ് വരുമ്പോൾ ഇത് തൂങ്ങിപ്പോകാനൊക്കെ ഉള്ള സാധ്യതകൾ ഉണ്ട്. വിജാഗിരികളൊക്കെയും ഇങ്ങനെയുള്ളതിന് വലിയ സംവിധാനങ്ങൾ. അപ്പം ചെയ്യേണ്ടതുപോലെ ചെയ്താൽ ഈ കണ്ടംപററി വീട് ഫിനിഷ് ചെയ്യണമെങ്കിൽ തുക നോക്കിയാൽ പറ്റില്ല, നല്ല പണം മുടക്ക് അതിന് വരും. എന്ന് പറഞ്ഞാൽ ഉടമസ്ഥന് പ്രതീക്ഷിക്കുന്നതിലധികമായ ഒരു തുക വരും. അത് യാഥാർത്ഥ്യം അങ്ങനെയാണ്. അല്ലെങ്കിൽ നിർമ്മിച്ചവർ മാന്യമായിട്ട് ചെയ്തവർ അവരോട് ചോദിച്ചാൽ അവരത് കൃത്യം പറയും. ഈ നിർമ്മാണ വസ്തുക്കൾക്ക് പ്രത്യേകിച്ച് ഹാഫ്ലെ പോലെയുള്ള കമ്പനികളുടെ അല്ലെ അതുപോലെയുള്ള കമ്പനികളുടെ സംവിധാനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഇതിനൊക്കെ നിലനിൽക്കണേ അതുപോലെയുള്ള സാഹചര്യങ്ങൾ വേണം. അതെല്ലാം ഉപയോഗിക്കുമ്പോൾ കാര്യം പറഞ്ഞാൽ തടിയേക്കാളും വില ഇതിനകത്ത് വരുമെന്നുള്ളതാണ് സത്യം. ഒരു രസവും കൂടെ പറയാം. ലാറി ബേക്കറോട് ഈ അദ്ദേഹത്തിൻ്റെ നിർമ്മാണത്തിന് എപ്പോഴും ഒരു പ്രത്യേക മോഡലാണല്ലോ, കല്ലും ഈ പോളിഷ്ഡ് ബ്രിക്കും ഒക്കെ ഉപയോഗിച്ച് ഇങ്ങനെ ഹെക്സഗണും അങ്ങനെയൊക്കെ ഷേപ്പുകളിൽ പട്ടമായിട്ടുമൊക്കെ പണിത വീടുകളാണല്ലോ കൂടുതലും. അപ്പോൾ ലാറി ബേക്കർ കുറേ വീടുകൾ അങ്ങനെ പണിതെങ്കിൽ അതിനുശേഷം പിന്നീട് അതിനെ അനുകരിച്ച് പലരും അങ്ങ് പണിയാൻ തുടങ്ങി. ഈ പണിത് അവസാനം ഒരു മനുഷ്യൻ ചെന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ പണം എത്ര വേണേലും മുടക്കാം, എൻ്റെ വീട് ലോ കോസ്റ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞ തലത്തിലേക്ക് ആ കാര്യം വീണുപോയി. പണം എത്ര വേണേലും മുടക്കാം, എൻ്റെ വീട് ലോ കോസ്റ്റ് ആയിരിക്കണം. സത്യത്തിൽ അങ്ങനെ ഉദ്ദേശിച്ചത് ഇതുപോലെ പോളിഷ്ഡ് ബ്രിക്കും സംവിധാനമൊക്കെ ഉള്ള വീടുകളായിരിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ഈ വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ അവർ സ്വാഭാവികമായിട്ട് ചിന്തിക്കും, കണ്ടംപററി വീട് അങ്ങ് പണിതേക്കാം, കാഴ്ചയ്ക്ക് ഭയങ്കര ഭംഗി, യൂട്യൂബിലോ ഒക്കെ കിടക്കുന്ന ഒരു പടം കണ്ടിട്ട് അതങ്ങോട്ട് ഏൽപ്പിക്കും. കയറിത്താമസം വരെ വലിയ കുഴപ്പമൊന്നുമില്ലെങ്കിലും കയറിത്താമസം കഴിഞ്ഞ് ഒരു 3 മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ തൊട്ട് അവിടെ ഇവിടെയും കംപ്ലയിൻറ്റ് കാണിക്കാൻ തുടങ്ങും.
ഒരു 2 വർഷമായി കഴിയുമ്പോൾ തന്നെ ഇത് തലവേദനയായി മാറും. ആദ്യകാലത്ത് ഈ മോഡലിലൊക്കെ പണിത് അവാർഡ് കിട്ടിയ വീടുകളൊക്കെ പൊളിച്ച് റെനോവേഷൻ ചെയ്ത് പുതുതാക്കി എന്നുള്ളതാണ്, വേറെ ട്രഡീഷണൽ മോഡലോ അല്ലെങ്കിൽ അതിൻ്റെ രീതിയിലാക്കി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഇറങ്ങി പുറപ്പെടുമ്പോൾ വ്യക്തമായ പഠനമില്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് ജീവിതകാലം തലവേദനയായി മാറും, ഈ കണ്ടംപററി വീടുകൾ തലവേദനയായി മാറും എന്ന് 1000 രൂപ പേപ്പറെ ഞാൻ എഴുതി തരാമെന്ന് ഗ്യാരണ്ടി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.